ബന്ധപ്പെട്ടതും സൂഫിയ മദനിയും അവരുടെ പർദ ഹൗസിൽ വർക്ക് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഘട്ടം ഘട്ടമായി ചെയിനായി ഒരുപക്ഷെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന മൊഴികൾ ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് അത് ഗൗരവമായി എടുക്കാത്തത് ചില വോട്ടിനോ ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനോ വേണ്ടിയാണ് എന്നതാണ് പ്രധാന ആരോപണം. എല്ലാം കിട്ടുന്ന മൊഴികളൊക്കെ വസ്തുതാപരമായിട്ട് ശരിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഏതൊരാളെയും പ്രതി ചേർക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് എല്ലാ കാലത്തും പ്രതികളെ ചേർക്കുന്നത്. ഒരാളൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത ഉടനെ വേറൊരാളെ പ്രതി ചേർക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയുണ്ട്. ആ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വസ്തുതാപരമായിട്ട് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് പോലീസ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ പരിശോധിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പേരിൽ പ്രതിസ്ഥാനത്ത് സാധിക്കും. പലതരം മൊഴികളും വരും. ആ മൊഴികളൊക്കെ ഇപ്പോൾ കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിയെ പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ പ്രതി ചേർക്കാൻ വേണ്ടി ആവശ്യപ്പെടുമല്ലോ. ഈ കേസ് ഡയറി ഹൈക്കോടതി എല്ലാം നിങ്ങൾ വിമർശിച്ചു എന്ന് പറയുന്നതാണല്ലോ ഹൈക്കോടതി. ഈ കേസിൻ്റെ ഡയറി ഹൈക്കോടതി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതി ഒരു അപാകതയും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പ്രതിയായി പെടുത്തേണ്ടുന്ന ഒരാളെ ഇതുവരെ പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ തന്നെ കൊടുത്ത മൊഴിയാണ്. മദനിക്കെതിരെയോ ഇപ്പോഴത്തെ PDPക്കെതിരെയോ അല്ലെങ്കിൽ സൂഫിയ മദനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് ഇഗ്നോർ ചെയ്തിട്ടില്ല, അന്വേഷിക്കുന്നുണ്ട്. ഒരു കേസും എൻകൗണ്ടർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഈ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് UDFൻ്റെ കാലത്താണ് നടന്നത്, 2005. അന്ന് തന്നെ ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ നടത്തിയിട്ടുണ്ട് പോലീസ് ഓഫീസർമാർ. അന്ന് പ്രതിയാക്കിയ ആളുകളെ അന്ന് അവർ കേസ് ചാർജ് ചെയ്തു. ആ ചാർജ് ചെയ്ത കേസിൽ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ഫയൽ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇപ്പോൾ ആ പ്രോസിക്യൂഷൻ അനുമതി വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്ത ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഗവൺമെൻറ് ഇടപെടില്ല. ഈ നിമിഷം വരെ ഇത്തരം ഒരു സംഭവത്തിലും ഗവൺമെൻറ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ കാര്യത്തിൽ പോലീസിന് അധികാരമുണ്ട്. ഇത് അന്ന് അന്വേഷണം നടത്തിയിട്ടുള്ള ഉയർന്ന പോലീസ് ഓഫീസർമാരോട് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇതിലെന്തെങ്കിലും അപാകതയുണ്ടോ? അവർ പറഞ്ഞു, സാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു അപാകതയും ഞങ്ങളില്ല. ഇനി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. കോടതിക്ക് ഈ സംബന്ധിച്ച് ഇന്നയാളെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയും പ്രതി ലിസ്റ്റ് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്നും ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഗവൺമെൻറ് ഇപ്പോൾ ഒളിച്ചു വെച്ചൊന്ന് വിചാരിക്കുക, പ്രതി ലിസ്റ്റ് അല്ലാതാവുമോ? കോടതിക്ക് പ്രത്യേക അധികാരമില്ല. CRPC അനുസരിച്ചുകൊണ്ട് ഇന്നയാളെ മൊഴിപ്രകാരം നിങ്ങളെന്നുകൊണ്ട് ചേർത്തില്ല, അയാളെ പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോടതി പറയുമല്ലോ. അപ്പോൾ ഇതിൽ ഒരു കള്ളക്കളിയും ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ അല്ല. 2 വോട്ടിന് വേണ്ടി അങ്ങനത്തെ നിലപാടെടുത്താൽ ഒരു സർക്കാർ എന്നുള്ളത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല നിങ്ങളീ പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ സ്വയം ശുദ്ധീകരിച്ചു വരാത്തൊരു വ്യക്തിയുമായി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കൂട്ടുകെട്ട് ശരിയാണോ? അല്ല, ഇപ്പോഴേ ഈ PDPക്കാർ ഇതുപോലുള്ള സംഭവങ്ങളിലൊന്നും ഇപ്പോൾ പങ്കാളിയായി എന്നുള്ളൊരു തെളിവ് ഞങ്ങളുടെ മുമ്പിലില്ല. മാത്രമല്ല, ഇപ്പം നോക്കിയാൽ ഈ 10 വർഷത്തിനിടയിൽ PDPക്കാർ ഒരു കൊലപാതകം പോലും കേരളത്തിൽ നടത്തിയിട്ടില്ലല്ലോ. NDFകാർ ഈ 3 കൊല്ലം കൊണ്ട് തന്നെ 10 കൊലപാതകം നടത്തിയവരാണ്. മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടത്തുകയും ചെയ്യുന്നത് ഇന്ന് NDFകാരാണ്. മുസ്ലിം ലീഗുകാർ കേസിൽ പ്രതിയായതിനേക്കാൾ കൂടുതൽ അക്രമ കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് NDFകാരാണ്. പക്ഷേ NDF പോലെയൊരു സംഘടനയുടെ പിറവിക്ക് പിന്നിൽ പഴയ PDP ഉണ്ടായിരുന്നില്ലേ? അതിന് പിന്നിൽ മദനിയുടെ അന്നത്തെ വാചകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴും പ്രചരിക്കുന്ന മദനിയുടെ കാസറ്റുകളും ലഘുലേഖകളും ഉണ്ടായിരുന്നില്ലേ? ഇതിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ തീവ്രവാദ പ്രസ്ഥാനം വന്നത് ബാബറി മസ്ജിദിനെ തകർത്തതിന് ശേഷമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചാൽ പോലെ ബാബറി മസ്ജിദ് പൊളിക്കാതിരുന്നൂടേനോ? എന്താ ഈ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാവുമായിരുന്നോ? പക്ഷേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വേദിയിലും ഇപ്പോഴും എൻ്റെ പഴയകാല പ്രവർത്തനങ്ങളെ ഞാൻ തള്ളിപ്പറയുന്നു, ദയവേത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്, എൻ്റെ സമുദായം എന്നോട് പൊറുക്കണം എന്ന് ആ വ്യക്തി പറഞ്ഞിട്ടില്ല. പൊന്നാനിയിൽ LDFൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വിചാരങ്ങളും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും പഴയകാല ശബ്ദങ്ങളെയോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെയോ ധ്വനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാക്കുകൾ നമുക്കറിയാം. ദളിത് പിന്നോക്ക ഐക്യം എന്ന് പറയുമ്പോൾ പോലും ഒരു മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വൈകാരികമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനി ഇപ്പോഴും സംസാരിക്കുന്നത്. CPMൻ്റെ ഒപ്പം നിന്നുകൊണ്ട് സ്വയം പ്രവർത്തികളെ ന്യായീകരിക്കാനാണ് അബ്ദുൽ നാസർ മദനി ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാലം കഴിഞ്ഞ് സ്വയം വഞ്ചിക്കപ്പെട്ടു എന്ന് CPMന് തോന്നിപ്പോയാൽ എന്ത് ചെയ്യും? ഒരു വലിയ കേരളത്തിലെ എക്കാലത്തെയും വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് CPM. അങ്ങനെ കാണുന്ന ഒരു വലിയ ബഹുജനങ്ങളെയല്ലേ ഇപ്പോൾ സങ്കടപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ പിണറായി വിജയനൊപ്പം ചേർന്നിരിക്കുന്ന മദനി? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നല്ലോ. 1967 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കിയവരല്ലേ CPM? അന്ന് മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് മന്ത്രിസ്ഥാനം കൊടുത്ത ഞങ്ങളല്ലേ? അന്ന് നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചതല്ലേ ലീഗിനെ? ആ ലീഗിനെ കേരളത്തിൽ മന്ത്രിസഭയിലെടുത്തത് CPM അല്ലേ?
CH മുഹമ്മദ് കോയനെ കോൺഗ്രസ് സ്പീക്കറാക്കിയപ്പോൾ തൊപ്പി ഉരിയിട്ടാണല്ലോ സ്പീക്കറാക്കിയത്. ഞങ്ങളങ്ങനെ അവമാനിക്കാതെ ആക്കിയില്ലേ? അപ്പോൾ ഒരു കാലഘട്ടത്തിലെടുത്ത നിലപാട് പിന്നീട് അവരെന്ത് നിലപാടെടുക്കും നോക്കിയിട്ടാണ് പുനഃപരിശോധിക്കുക. ഇപ്പം അതിന് സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല, മതേതര പ്രസ്ഥാനത്തിന് മാത്രമേ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നിപ്പോൾ എല്ലാ യോഗത്തിലും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ മാറ്റമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി അതിന് വേറൊരു നിലപാടെടുത്താൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. ഇതേ മതിന് തന്നെ 2001 UDFിൻ്റെ കൂടിയായിരുന്നില്ലേ? അന്ന് നിങ്ങളെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മദനിൻ്റെ പൂർവ്വചരിത്രം പരിശോധിച്ചില്ല? അന്ന് തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് കുറ്റം ആരോപിച്ച് കോയമ്പത്തൂർ ജയിലിൽ അദ്ദേഹം വിചാരണ നേരിട്ട് കിടക്കുന്ന കാലത്ത് 2001 ഇലക്ഷനിൽ UDFിൻ്റെ കൂടെ നിന്നതല്ലേ മദനി? UDFിന് 2 സീറ്റ് കൊടുത്തില്ലേ UDF? അവിടെ കഴക്കൂട്ടവും കുന്നമംഗലവും PDP കൊടുത്ത സീറ്റായിരുന്നില്ലേ? PDPക്കാരനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കിയില്ലേ UDFിൻ്റെ ഗവൺമെൻറ് കാലത്ത്? അപ്പോൾ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് പോലും PDPക്കാരനെ നിശ്ചയിച്ച കാലത്ത് എതിർക്കാത്ത മാധ്യമങ്ങൾ, മദനിയിൽ കുറ്റം കാണാത്ത മാധ്യമങ്ങൾ ഇപ്പോൾ ഈ കുറ്റം കാണുന്നതിൻ്റെ പിന്നിൽ മദനി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടൊരു കാരണമല്ലേ? വസന്ത പുഷ്പാഭരണം ചാർത്തിയ വയലേലകളിൽ വിയർപ്പു മുത്തുകൾ നമ്മൾ തൂകിയ പണിശാലകളിൽ നമ്മളുയർത്തുക നമ്മുടെ ധീരപതാക, നമ്മുടെ ധീരപതാക. മുന്നോട്ട് 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 സഖാക്കളേ. 900 കോടി രൂപയിൽ 450 കോടി രൂപ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തു എന്നാണ് ആക്ഷേപം. കോൺഗ്രസ്സുകാർക്ക് ഒരു ദിവസം പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരന് ദിവസക്കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. മുമ്പും പൈസയൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഇത്ര പൈസ ഇതിനു മുമ്പ് ഒന്നും കൊടുക്കില്ല. ഇപ്പം എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അറിയോ? ഒരു ദിവസം പ്രവർത്തിക്കുന്ന 1000 ഉറുപ്പിക കിട്ടും. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പോകണം. ആ തന്ന പൈസ എടുക്ക് എന്ന് മണ്ഡലം പ്രസിഡന്റിനോട് പറയണം. പോയി വാങ്ങിയിട്ടില്ലെങ്കിൽ ആ മണ്ഡലം പ്രസിഡന്റ് ആ പണവും മുക്കും. എല്ലാ മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിലും പ്രവർത്തിക്കുന്ന ആ 1000 ഉറുപ്പിക കൊടുക്കാൻ ചെന്നിത്തല പ്രത്യേകം കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പോയി വാങ്ങിയാൽ മതി. പോസ്റ്റ് ഒട്ടിക്കണമെങ്കിൽ എൻ്റെ 1000 കിട്ടണം എന്ന് പറഞ്ഞു. മുന്നോട്ട് 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 സഖാക്കളേ, മുന്നോട്ട് 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 മുന്നോട്ട്. തൊഴിലാളികളെ തൊഴിലാളികളെ, മനസ്സിൽ വിപ്ലവ തിരകളിരമ്പിടും മലയാളികളെ, മലയാളികളെ. കേരളത്തിൻ്റെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ VP സത്യൻ്റെ ബന്ധുവീടാണിത്. അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ വീട്ടിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉച്ചഭക്ഷണത്തിനായി എത്തിയിരിക്കുന്നത്. ഇനിയും ഉച്ചതിരിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. പേരാമ്പ്ര, കൊയിലാണ്ടി നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളുള്ളത്. പലപ്പോഴും അങ്ങ് ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമുള്ള പറഞ്ഞു കേൾക്കുന്ന പല പേരുകളിലോ വിവാദങ്ങളിലോ ഒക്കെ അങ്ങയുടെ കുടുംബം വന്നു വരുന്നു. പ്രത്യേകിച്ച് ബിനീഷിൻ്റെ പേർക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. മറ്റൊരു കാലത്തും ഒരു മന്ത്രിസഭയിലോ അല്ലെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ കുടുംബത്തിനോ ആരോപിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണെങ്കിലും ഇപ്പോൾ സേവി മേനോ മാത്യുവിൻ്റെ വരട്ടെ, 24U വരട്ടെ, എന്താണെങ്കിലും എന്തുകൊണ്ടാണ് അത്? അതിനകത്ത് എന്തെങ്കിലും അതങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? എനിക്കിതിൽ യാതൊരു വിഷമവുമില്ല. കാരണം ഇതെല്ലാം കള്ളപ്രചരണങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ വസ്തുതയുണ്ടോ? നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് ഒരു വസ്തുതാപരമായിട്ടൊരു ആരോപണം? CSFന്റെ അവരെ ഒരു മഠത്തിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴും അടുത്ത പറയുന്നത് ആ കഥ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എന്തായിരുന്നു കഥ? ഇങ്ങനെയൊരു മഠത്തിൽ രഘുവെന്ന് പറയുന്ന ഒരാൾ പ്രശ്നമുണ്ടാക്കി ഒരു മന്ത്രിപുത്രൻ വന്നിട്ട് പുറത്ത് ഇറങ്ങിക്കൊണ്ടുപോയതാണ്. ആ സമയത്ത് ബിനീഷ് കോടിയേരി ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എൻ്റെ മകൻ ദുബായിൽ വർക്ക് ചെയ്യുകയാണ് 2 കൊല്ലമായിട്ട്. അവൻ അവിടെ കിടക്കുമ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് കാറിൽ കൂട്ടിക്കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും?
അത് നിങ്ങൾ ആരെങ്കിലും ആ വസ്തുത പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇല്ലാത്ത കഥയുണ്ടാക്കുന്നതിനൊരു സാമ്പിളാണ്. അതുകൊണ്ടാണ് ഞാനൊന്നും കുലുങ്ങാത്തത്. അന്ന് അവിടെ ഒരു മന്ത്രിയുടെ കാർ, ഏതെങ്കിലും കാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പിന്നെ ഞാൻ അന്വേഷണം നടത്തി നോക്കും. അന്നൊരു മന്ത്രീൻ്റെ കാർ ഉണ്ടായിരുന്നു. സി ദിവാകരൻ അവിടെ പിന്നെ മറ്റൊരു ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നിരുന്നു. ആ കാർ അവിടെ കണ്ടിട്ടാണ് മന്ത്രിപുത്രൻ കാറുമായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള കഥയുണ്ടാക്കുന്നത്. ബിനീഷിൻ്റെ ഒരു സുഹൃത്ത് പറയാം ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളവരാകുന്നത് കൊണ്ടാണോ, കുറച്ചുകൂടി കരുതലോടെ ബിനീഷ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നു? അല്ല, ബിനീഷ് ഈ കാര്യത്തിൽ എങ്ങനെയാണ് ബിനീഷ് കരുതൽ ഉണ്ടാക്കുക? ഏതെങ്കിലും ഒരുത്തൻ ബിനീഷാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കരുതലാണ് ബിനീഷ് ചെയ്യേണ്ടത്? അവനോട് ചോദിച്ചാൽ അവനോട് എന്താ അവന് ഉത്തരം പറയുക? ഇനി കുറച്ച് കരുതൽ വേണം. എന്ത് കരുതലാണ് വേണ്ടത്? അപ്പോൾ അവനിപ്പോൾ കേരളത്തിൽ പഠിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൻ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കുറേ കഥയുണ്ടാക്കി. എന്തായിരുന്നു കഥ? സമരങ്ങളിൽ പോകുന്നതിനെ പറ്റിയായിരുന്നു അന്ന് കഥ. എല്ലാ കേസിലും അവനെ പ്രതിയാക്കി. 1047 കേസിൽ UDF ഭരണകാലത്ത് പ്രതിയാക്കിയില്ല. ഇവിടെ തലശ്ശേരിൽ അവൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്തും തിരുവനന്തപുരത്തൊരു സംഭവം നടന്നാൽ അവൻ പ്രതിയായിരുന്നു. അങ്ങനെ ആ കാലത്ത് വേട്ടയാടി. അത് കഴിഞ്ഞ് അവസാനം അവൻ LLB പാസ്സായി, എൻറോൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കഥകൾ വരാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏതായാലും ഇനി നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിദേശത്തൊരു ജോലി കിട്ടി അവൻ പോയി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ട് കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണ് CPM. അങ്ങനെയാണെങ്കിൽ ഒരു 10 സീറ്റിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ നേതൃമാറ്റം വേണോ സംസ്ഥാന ഭരണത്തിൽ? അങ്ങനെ അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഇപ്പം ഇലക്ഷൻ റിസൾട്ടിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ യാതൊരുവിധ പ്രസക്തിയില്ല. പ്രിമേച്വർ ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള മുഖ്യമന്ത്രിയാണ് VS. VS 5 കൊല്ലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് തുടരും. അതുമായിട്ടൊന്നും യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് VS. ഇപ്പോൾ ഇലക്ഷൻ്റെ പിന്നെ പ്രശ്നം വെച്ചുകൊണ്ട് നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്ന അതാണല്ലോ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉദ്ദേശം അതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള കുഴപ്പം. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPM-ലെ വിമത പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായ ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ഓർക്കാട്ടേരിയിലും എടച്ചേരിയിലുമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടക്കുന്നത്. വളരെ വലിയ ജനക്കൂട്ടമാണ് CPM-ൻ്റെ ഈ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത്. മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ, തോക്കിനും ലാത്തിക്കും തോറ്റി